ആകാശമൊക്കെ നല്ല അടിപൊളിയായിട്ട് കിടക്കുകയാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴിയും നല്ല അടിപൊളിയായിട്ട് കിടക്കുക. സംഭവം ഞങ്ങൾ ചിക്കൻ വാങ്ങിക്കാൻ പോയതാണ്. ചിക്കൻ വാങ്ങാൻ പോയിട്ട് അവിടെ കുറച്ച് നേരം നമ്മൾ പോസ്റ്റായി നിന്നു കേട്ടോ. എന്തെങ്കിലും കിട്ടുമോ? ഇനി കിട്ടിയെന്ന് തോന്നുന്നില്ല. കുറേ നേരമായി ഞങ്ങൾ വന്നിട്ട് കുറേ നേരമായി. ഫൈനലി നമുക്ക് സാധനം കയ്യിൽ കിട്ടി. അങ്ങനെ ഞങ്ങൾ 2 സിപ്പപ്പും പിന്നെ അതിലേക്ക് വേണ്ട കുറച്ച് ഐറ്റംസും മേടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോഴായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ ആകാശം കാണാനായിട്ട്. ഹലോ ഗൈസ്, എനിക്കിന്ന് ഭയങ്കരമായിട്ട് ചിക്കൻ തിന്നാനുള്ളൊരു കൊതിയില്ല, ഒരുമാതിരി ആക്രാന്തം. അപ്പം ഞാൻ ചിക്കൻ വാങ്ങിയിട്ട് വെക്കാൻ പോവാം. ഇതാണ് എൻ്റെ വർക്കിംഗ് ഡ്രസ്സ്. ഇനി നമുക്ക് പണി തുടങ്ങാം. ഇതാണ് എൻ്റെ ചേച്ചി. തിരിയും കട എൻ്റെ കാണാനുണ്ടോ ഗൈസ്? ഞങ്ങളെ കണ്ടു ചിരിക്കൂ, സ്മൈൽ. ഇതാണ് ഇവിടുത്തെ കണ്ടം പൂച്ച. അതിന് കണ്ണു നോക്കി എന്ത് രസാ. നമ്മളങ്ങനെ ചിക്കൻ്റെ പ്രിപ്പറേഷൻസ് നടത്തുകയാണ് ഗൈസ്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതയ്ക്കാല്ലേ. എനിക്കിതിങ്ങനെ ഇരുന്ന് അരിഞ്ഞുണ്ടാക്കാനുള്ള ക്ഷമയില്ല. സോ നമുക്കിത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. ഇതാണ് എൻ്റെ വീട്ടിലെ കുരുട്ട്. ഗൈസ്, ചിക്കനിലേക്കുള്ള സബോള, തക്കാളി, നമ്മൾ ഈ 3 ഐറ്റംസ് ഇങ്ങനെ ചതച്ചെടുക്കും. ഏതൊക്കെയാണ്? പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഈ 3 ഐറ്റംസ് ഞാൻ ചതച്ചിട്ട് വരാം. നമുക്ക് ആദ്യം ഗൈസ് ഇത് കാശ്മീരി ചില്ലിയാണേ. അതങ്ങനെ അറിഞ്ഞ് കുറഞ്ഞ് കുറേ കേട്ടോ. ഇത് നല്ല അടിപൊളി കളറല്ലേ. കുറച്ച് മഞ്ഞൾപ്പൊടി വാരിയതാണ്. സോൾട്ട് ടു ടേസ്റ്റ്. ഓക്കെ, ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് മിക്സ് ഇറ്റ് വെൽ. ഓക്കെ, മിക്സ് ചെയ്യാൻ നമുക്ക് നന്നായിട്ട്. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, തുടുതുടായിരിക്കും. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് 3 കൂടിയിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഓക്കെ, കരിയരുത്. അപ്പോൾ ഇത് നമ്മൾ കരിയാതെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കാം. ഇനി നമ്മൾ ഉരുളി വെച്ചു, ചൂടായി. ഇനി ചൂടായ ഉരുളിയിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഓയിൽ ഇതിങ്ങനെ ചൂടായി വരുന്നുണ്ട്. ആദ്യം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് ചതച്ചത് ഇട്ട് കൊടുക്കാം. സങ്കടമൊക്കെ തെറിക്കും, കാര്യമാക്കണ്ട, ചെറിയ പൊള്ളലല്ലേ. ഇനി അത് നമ്മൾ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ഈ സാധനം എന്ത് കറിവേപ്പില അതിട്ട് കൊടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇടുന്നത് നന്നായിരിക്കും കേട്ടോ. ഒരു ടേസ്റ്റ്, ഒരു എക്സ്ട്രാ കൂടുതലൊരു ടേസ്റ്റ് കിട്ടാൻ ചെറിയ ഉള്ളി നന്നായിരിക്കും. ഇതും നമുക്ക് നന്നായിട്ടൊന്നും വഴറ്റി കൊടുക്കാം. സവോള വഴറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ഒരു ഇത്തിരി മതി കേട്ടോ. ഞാനൊരു തക്കാളി എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇതിൽ ഉപ്പിട്ട് കൊടുക്കണേ. ഇത് ഉള്ളി വഴറ്റാനുള്ള ഉപ്പ് മാത്രമല്ല ഇട്ട് കൊടുക്കാറുള്ളൂ, മൊത്തത്തിൽ ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ പോരാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ നോക്കിയിട്ട് വീണ്ടും കുറച്ച് ആഡ് ചെയ്യാണ് ഞാൻ ചെയ്യാറില്ല. ഇതാണ് എൻ്റെ ക്യാമറമാനോ. ഇനി നമുക്കിതിലേക്ക് ഒരു ലോഡ് പൊടികൾ തട്ടി കൊടുക്കാം. നേരത്തെ നമ്മൾ മൂപ്പിച്ച് വെച്ചില്ലേ, ആ 3 പൊടികൾ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കളർ കാണും. ഇത് നമുക്ക് വേണ്ടത് ചിക്കൻ മസാല. എല്ലാ പൊടികളും ഭാര്യയുണ്ട് വിതറാം, അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ്. ഇനി കുറച്ച് ഗരം മസാല അതും കൂടി ചേർത്താൽ നമുക്കിത് വീണിട്ട് ഇളക്കി ഇങ്ങോട്ട് മറിക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ തട്ടി കൊടുക്കാം. തട്ടി ഗൈസ്, ഇനി നമുക്ക് കുറച്ച് മറിച്ചെടുക്കാം. ഗൈസ്, നമ്മൾ കുഴച്ച് മറിച്ചെടുത്തിരിക്കുന്നു. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് നന്നായി ഒന്ന് വേവിച്ച് വരട്ടി അങ്ങോട്ട് എടുക്കാം. ഓക്കെ, ഇതാണ് എനിക്ക് കൂട്ടു നിൽക്കുന്ന ആൾക്കാർ. ഇതാണ് എൻ്റെ ക്യാമറമാൻ. ഇതാണ് എൻ്റെ ഹെൽപ്പർ. ഗൈസ്, അങ്ങനെ അടപ്പ് തുറന്നു. തിളയ്ക്കുന്ന തിള കണ്ടോ. അത് കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കണമെന്നുണ്ട് എനിക്ക്. പണ്ടൊക്കെ ഇതിങ്ങനെ ആകുമ്പോഴേക്കും ഞങ്ങൾ പാത്രം പിടിച്ചിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും അമ്മ ഉണ്ടാക്കുമ്പോൾ. അങ്ങനത്തെ സ്വഭാവമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഇപ്പം ഞങ്ങൾ വെക്കുന്ന കാരണം അങ്ങനെ വന്ന് നിൽക്കാനുള്ള ഒരു അവസരം കിട്ടാറില്ല. ഗൈസ്, എൻ്റെ അമ്മയുടെയും ചേച്ചിയുടെയും അഭ്യർത്ഥന പ്രകാരം ഞാനിതിലെ വെള്ളം കുറയ്ക്കുന്നില്ല. അത് ഡ്രൈ ആക്കണ്ടെന്നാണ് അവരുടെ അഭിപ്രായം. ഗ്രേവി വേണത്രേ. അപ്പോൾ ഇത് അങ്ങനെ ആവട്ടെ. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. ഓക്കെ ഗൈസ്, റെഡി. ഗൈസ്, അങ്ങനെ വിജയകരമായി ഞങ്ങളുടെ ചിക്കൻ കറി പ്രിപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു അല്ലമ്മേ. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വിശേഷം കേട്ടോ.